കുട്ടികളാണ്. അതിൽ പലരും ഒരുപക്ഷെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നു, ഒരു വേദിയിൽ അവരുടെ കഴിവ് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പൊ എല്ലാ കുട്ടികളെയും ഞാൻ ആദ്യമായി ഈ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ അനുമോദിക്കുകയാണ്. മാത്രമല്ല ഇവരിൽ തന്നെ പലരും ഒരു ഇനത്തിൽ മാത്രമല്ല 2-3 ഇനങ്ങളിൽ മത്സരിച്ച് സ്ഥാനങ്ങൾ ഞാൻ തന്നെ ഇവിടെ ഇരിക്കുമ്പോ ബംഗളൂർ 10-23 കൊല്ലത്തോളം ഈ സ്കൂളിന്റെ PTA പ്രസിഡന്റായിട്ട് ഈ സ്കൂളിന്റെ ഇന്നത്തെ നിലവാരത്തിലേക്ക് ഉയർത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് നിയമപരമായ പങ്കുവഹിച്ച ആളാണ് അദ്ദേഹം. ഞാനിപ്പോ അവിടെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞ കാര്യം, നമ്മുടെ ഈ സ്കൂളിന്റെ റൂഫൊന്ന് മാറ്റി വളരെ മനോഹരമായ രീതിയിലുള്ള ഒരു ഓഡിറ്റോറിയം പണിത് ശീതീകരിച്ച ഒരു ഓഡിറ്റോറിയമാക്കി മാറ്റണമെന്ന് അദ്ദേഹം ഇപ്പോ പറഞ്ഞു തരുന്നു. അപ്പൊ അത്രക്കും സ്കൂളിന്റെ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തുന്ന ആളുകളാണ് നമുക്ക് മുമ്പിലുള്ളത്. ഒരു ഗവൺമെന്റ് UP സ്കൂൾ എന്ന നിലക്ക് മികവിന്റെ അംഗീകാരം ഈ സ്കൂളിന് സംസ്ഥാന അടിസ്ഥാനത്തിൽ തന്നെ പലവരും ലഭിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹെഡ്മാസ്റ്റർ പറഞ്ഞ് ഈ USS പരീക്ഷയിൽ ഏറ്റവും വലിയ വിജയം, USS പരീക്ഷയിൽ ഉണ്ടാകുന്ന വിജയം എന്ന് പറയുന്നത് ആ കുട്ടി സിവിൽ സർവീസിലേക്ക് എത്തിപ്പെടാൻ ആദ്യത്തെ യോഗ്യതയാണ് USS പരീക്ഷയിലൂടെ തെളിയിക്കുന്നത്. തീർച്ചയായും ആ കുട്ടികളെ എല്ലാം എന്റെ മകന്റെ കാര്യത്തിൽ ഞാനാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അത് സ്കൂളിൽ ചെന്ന് ആ കുട്ടിയുടെ കഴിവ് ഇന്ന കഴിവുകൾ എന്റെ മകനുണ്ട്, ആ കഴിവ് അവന് പ്രകടിപ്പിക്കാൻ കഴിയുന്ന അവസരം ആ കുട്ടിക്ക് കൊടുക്കണമെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് ഓരോ രക്ഷിതാവിന്റെയും കടമയാണ്. മത്സരത്തിന്റെ കാലമാണ് ഇന്നത്തെ കാലം. 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് +2 അഡ്മിഷൻ എടുക്കണമെങ്കിൽ ഇന്ന് ഫുൾ A+ കിട്ടിയ കുട്ടിക്ക് പോലും ആ കുട്ടി ഉദ്ദേശിക്കുന്ന സ്കൂളിലോ ആ കുട്ടി ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റിനോ അഡ്മിഷൻ കിട്ടാത്ത കാലമാണ് ഇന്നത്തെ കാലം. അത്ര വലിയ കോമ്പറ്റീഷനാണ്. അങ്ങനെ ഒരു കോമ്പറ്റീഷന്റെ ലോകത്ത് കാണുന്ന ആളുകൾ എന്ന നിലയിൽ സ്കൂളിനെ ചേർത്ത് പിടിക്കാനും സ്കൂളിന്റെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിൽ ആവശ്യമായ ഫണ്ട് വകയിരുത്തി അതിനുവേണ്ടി പ്രവർത്തിക്കാനും ഗ്രാമപഞ്ചായത്ത് സാധിച്ചിട്ടുണ്ട്. നേരത്തെ ഉദാഹരണം പറഞ്ഞതുപോലെ ഉണ്ടാവും. ഈ പരിപാടിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ അനുമോദിക്കുന്നു. നന്ദി, നമസ്കാരം.
ചെയ്തില്ലെങ്കിൽ നിങ്ങൾ അപ്പോഴാണ് ആത്മഹത്യ ചെയ്യുന്നത്. എന്റെ സങ്കടം നിങ്ങളെല്ലാം കാണുന്നില്ല. നിങ്ങൾ ആത്മഹത്യ ചെയ്യുമെന്നുള്ള പ്രകടിപ്പിക്കും, നിങ്ങൾ വിളിച്ചോളൂ എന്നുള്ള പ്രകടിപ്പിക്കും. കാരണം എന്റെ പേടിക്കുന്ന കാരണം ഞാൻ കണ്ടിട്ടുള്ള സൈബർ സെക്യൂരിറ്റി അതുപോലെ 3200 വിളിച്ചോളാം. ആ 3250 വിളിച്ചോളി കുട്ടിയെ കണ്ടിട്ട് ഞാൻ കണ്ടിട്ടില്ല. കുട്ടികളുടെ മോശപ്പെട്ട കണ്ടുകണ്ടിട്ടുണ്ട്. കരയും അച്ഛനെയും അമ്മേനെയും കൊണ്ട് കരയില്ല. അവരുടെ ചങ്ക് ബ്ലൂസിന്റെ കണ്ടു കണ്ടിട്ടുണ്ട്. ഇത്രയും കണ്ട് എനിക്കിപ്പോ മാതാപിതാക്കളുടെ മുമ്പിലേക്ക് നിങ്ങളൊക്കെ കണ്ണു നോക്കുമ്പോഴില്ലേ ആ കണ്ണുമായി തന്നെയുള്ള കുറെ ഈ അവാർഡ് വാങ്ങും. നിങ്ങളിപ്പോഴത്തെ മനസ്സിലാക്കാൻ ഇനി ഇവിടെ ചായ ഉണ്ടാവുള്ളി ചായക്ക് പപ്സോ അല്ലെങ്കിൽ കട്ട്ലറ്റാണോ കടിയുന്നതാണ് വിഷയം. അല്ലാണ്ട് ഈ നാട്ടിൽ നടക്കുന്ന ഒരു സംഗതി നിങ്ങൾ ചർച്ച ചെയ്യുന്നത് അതിനെന്തെയാണ് അറിയോ? കണ്ണു തുറന്ന് നോക്കണം നാട്ടിലേക്ക്. ഈ നാട്ടിലെ പ്രശ്നങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയുന്നവൻ ആരാണ്? പോലീസുകാരൻ. നിങ്ങളുടെ നാട്ടിലുള്ള സകല പ്രശ്നം നാട്ടിലുള്ള എത്ര അതിർത്തി തർക്കമുണ്ടെന്ന് നിങ്ങൾക്ക് അറിയോ? പോലീസുകാരനോട് ചോദിച്ചാൽ മതി. ഇവിടെ എത്ര ആൾ ഒളിച്ചോടുന്നുണ്ടെന്ന് നിങ്ങൾ അറിയോ? പോലീസുകാരനോട് ചോദിച്ചാൽ മതി. ഈ നാട്ടിൽ എത്ര ആൾ ആത്മഹത്യ ചെയ്തു നിങ്ങൾ അറിയോ? നിങ്ങൾ പോലീസുകാരനോട് ചോദിച്ചാൽ മതി. ഇതൊന്നും നിങ്ങൾ അറിയുന്നില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. പക്ഷേ ഒരു പോലീസുകാരന്റെ രീതിയിൽ എന്റെ പ്രശ്നം എന്താ അറിയാം? എന്റെ സ്റ്റേഷനിൽ നടക്കുന്ന ഏത് സംഗതി 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തത്. പക്ഷെ ആ കുട്ടി നല്ല കുട്ടിയാണ്. അവൻ കീശയിലുള്ള കടലാസ് കഷ്ണത്തിൽ ഇങ്ങനെ എഴുതി വെച്ച് എന്താ എഴുതി വെച്ചേ? ഞാൻ വിടവാങ്ങുന്നു. സ്കൂളിൽ നിന്ന് പോയ ടൂറിൽ എന്നെ കൂട്ടാത്തതിൽ പ്രതിഷേധിച്ച് ഞാൻ മരിക്കുന്നു എന്ന്. 5ാം ക്ലാസ്സിലെ കുട്ടി ടൂറിന് വിടാത്തതിൽ പ്രതിഷേധിച്ച് തൂങ്ങി മരിച്ച നാടാണ് നമ്മുടെ വടകര നാട്. ഈ വാർത്ത ഞാൻ എന്റെ അമ്മയ്ക്ക് വായിക്കാൻ കൊടുത്തു. എനിക്കൊരു 92 വയസ്സ് 93 വയസ്സുള്ള അമ്മയുണ്ട്. അമ്മയ്ക്ക് ഈ പത്രത്തിൽ കണ്ടില്ല നിങ്ങളെ വാർത്ത? പത്രം കണ്ടില്ല? പത്രം ഒന്നും വായിക്കുന്നില്ല നിങ്ങൾ? പത്രം കാണലില്ല? പത്രം എവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് രാവിലെ വീട്ടിന്റെ മുന്നിൽ ഒരു 4 മടക്കുള്ള ഒരു സാധനം കാണാം. അതിന്റെ വേറെ പത്രം. പേടിക്കരുത്, അതിങ്ങെടുക്കണം. അതിങ്ങനെ തുറക്കാൻ പറ്റും, ഇങ്ങനെ തുറക്കാം, എങ്ങനെ വേണമെങ്കിലും തുറക്കാം. അതിൽ കറുത്ത അക്ഷരങ്ങൾ കൊണ്ട് ഇങ്ങനെ കുനുകുനാന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആ കറുത്ത അക്ഷരങ്ങൾ കൊണ്ട് കുനുകുനാന്ന് എഴുതിയ സാധനത്തിന്റെ പേരാണ് വാർത്ത. ഈ നാടകങ്ങളിൽ സംഭവിക്കുന്ന സംഭവങ്ങളാണ് വാർത്ത. ആ വാർത്ത നിങ്ങളുടെ വീട്ടിലേക്ക് വരരുത് എന്നാണ് നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവേണ്ടത്. ഓക്കെ? ഈ 93 വയസ്സോട് ഈ കുട്ടി +2 വരെ പഠിച്ചത്. എനിക്ക് ഇത് ഞാൻ കഴിഞ്ഞ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഒരു +2ലുള്ള പ്രിൻസിപ്പാളോട് പറഞ്ഞു, പ്രിൻസിപ്പാളെ ഈ സൂപ്രണ്ട് നീറ്റിയ K+ എഴുതാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോ സാറ് പറഞ്ഞ മറുപടി എന്തായാലും, എനിക്ക് സൂപ്രണ്ടല്ല പ്രശ്നം, ഈറ്റകള് +2-ല് TC വാങ്ങാൻ വരുമ്പോ TC കിട്ടി ബോധിച്ചു എന്ന് എഴുതണം പോലും. അതില് TC കിട്ടി ബോധിച്ചു. ബോധിച്ചു എന്ന് എഴുതാൻ പറയുമ്പോ കുട്ടിയില്ലേ? അപ്പൊ അവസാനം പ്രിൻസിപ്പാളോട് ചോദിക്കാമല്ലോ, TC വേണമെന്ന് നിർബന്ധമുണ്ടോ പഠിക്കാൻ? മനസ്സിലായില്ല അതിന്റെ അർത്ഥം? എന്നാലും കുട്ടിക്ക് ഇത് ഞാൻ തമാശ അല്ല പറഞ്ഞത്, ഇറ്റ് ഈസ് സീരിയസ്. അപ്പൊ നമ്മൾ 10ാം ക്ലാസ് കിട്ടിയ മാർക്ക് അല്ലെങ്കിൽ ഉമ്മക്ക് എഴുതാൻ പറ്റുന്ന പോലെ നമ്മളെ മക്കൾക്ക് എഴുതാൻ പറ്റിയാൽ മതി എന്നാണ് എന്റെ ആഗ്രഹം. എന്റെ മക്കൾ 3 ഭാഷയും എഴുതാനും വായിക്കാനും പറ്റുന്ന ഒരു കുട്ടിയാക്കി മാറ്റുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം. അല്ലാണ്ട് A+ പിന്നെ പ്രൊജക്റ്റിലുള്ള എക്സലന്റ് ഒന്നും അത് ഭാര്യ കാണുമ്പോൾ ഓർക്ക് കുളിർമ. പക്ഷെ എന്റെ മക്കൾക്ക് ഒരു കുളിർമയില്ല കേട്ടോ. അത് എനിക്ക് കാണുമ്പോൾ വൈറ്റികളെ കാണുമ്പോൾ തന്നെ എനിക്ക് ചിരി വരും. നിങ്ങളെ മക്കളായിട്ട് എനിക്ക് ബന്ധമുണ്ടെന്നറിയാം. എന്റെ മക്കളെ കാണുമ്പോൾ എനിക്ക് എന്റെ വീട്ടിലെ ഗ്യാസിന്റെ കുറ്റീനെ ഓർമ്മ വരുന്നു. നിങ്ങൾ ഗ്യാസിന്റെ കുറ്റി കണ്ടിരുന്നു? നിങ്ങളെ വീട്ടിൽ ഗ്യാസിന്റെ കുറ്റി ഉണ്ടാവില്ല. അത് തീർന്നാൽ നിങ്ങൾ എന്താ ചെയ്യാ? അടുക്കളയിൽ നിന്ന് ഉരുട്ടി